ശിഷ്യൻ നോക്കിയപ്പോൾ ഒരു സൗന്ദര്യമൊന്നുമില്ലാത്ത ഒരു മനുഷ്യനാണ് നടന്നു പോകുന്നത്. പക്ഷെ ഗുരു ആ മനുഷ്യനെ നോക്കിയിട്ട് ശിഷ്യനോട് പറഞ്ഞു, നോക്ക് എത്ര സൗന്ദര്യവാനായ ഒരു യുവാവാണ് നടന്നു പോകുന്നത്. അപ്പൊ ശിഷ്യൻ ചോദിച്ചു, ഈ ചെറുപ്പക്കാരനെ കണ്ടിട്ട് സൗന്ദര്യമാണെന്നൊക്കെ ഗുരുവിന് എങ്ങനെയാ പറയാൻ പറ്റുന്നത്? അപ്പൊ ഗുരു പറഞ്ഞു, എടാ എന്റെ കണ്ണെടുത്ത് നിന്റെ കണ്ണെ വെച്ച് നോക്ക്, അപ്പൊ നിനക്ക് മനസ്സിലാകും ആ മനുഷ്യന് സൗന്ദര്യമുണ്ടോ. അപ്പൊ സൗന്ദര്യം എന്ന് പറയുന്നതും മറ്റുള്ളവരുടെ നന്മയും ഗുണങ്ങളും ഒക്കെ കാണാൻ കഴിയുക എന്ന് പറയുന്നതും അവനവന്റെ കാഴ്ചപ്പാടുകൾക്ക് അനുസരിച്ചിരിക്കും. നമ്മുടെ കണ്ണു മോശമായാൽ നാട്ടുകാരെല്ലാം മോശക്കാരാണെന്നേ നമുക്ക് തോന്നത്തുള്ളൂ. ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടില്ലേ, പത്രം തുറന്നാൽ വെട്ടും കുത്തും കൊലയും മാത്രമേ കാണാനുള്ളൂ. സത്യം അതാണോ? പത്രം തുറന്നാൽ വെട്ടും കുത്തും കൊലയും മാത്രമേ ഉള്ളൂ? എത്രയോ നല്ല വാർത്തകളും ലേഖനങ്ങളും പത്രങ്ങളിലൊക്കെ വരുന്നുണ്ട്. പുഷ്പിച്ചു നിൽക്കുന്ന റോസാ ചെടിയെ നോക്കുമ്പോൾ എന്തൊരു മുള്ളാണ് എന്ന് പറയുന്നത് പോലെയാണ് ചില ആളുകളുടെ അഭിപ്രായവും പെരുമാറ്റവും.